കോയിന്റെ കാലുണ്ടോ? ഒരു കോഴിക്ക് 2 കാലിലേ ഉണ്ടാവുള്ളൂ പുരുഷു. അത് രണ്ടും കഴിച്ചില്ലേ? ഓ അങ്ങനെയാണോ? ഈ കോഴിക്കൊക്കെ 4 കാലി ആയാലെന്താ? വിജയ, അവിടെ ഒരു 2 ഏക്കർ സ്ഥലത്തിന്റെ കച്ചവടം കൊണ്ട് മലമറിക്കാനല്ല, അസീസിന് ഒന്ന് ഓഫ് സൈഡ് കയറി കളിക്കാൻ. അവിടത്തെ അവന്റെ ഏർപ്പാടൊന്ന് പൊട്ടിക്കാൻ. ദേ ഞാനാരാ വിളവൻ. പിന്നെ ബിനാമിയായിട്ടാണെങ്കിലും ഈ കോഴിക്കോട് സിറ്റിക്കടുത്ത് നിന്റെ പേരിലും കിടക്കട്ടോ കുറച്ച് ഭൂമി. എന്തേ നല്ലതാ. അവസാനം എന്നെ പറ്റിച്ച് ഭൂമിയും കൊണ്ട് പോയാലുണ്ടല്ലോ കഴുത്തിന് ഞാൻ കയറ്റും കത്തിട്ടാ. പുരുഷനോട് ആര് കളിക്കാൻ? വേളവൻ. നാളെ സമയത്തിന് രജിസ്റ്റർ നടക്കണം. കാര്യങ്ങളൊക്കെ ആ പൂജപ്പുര മഹേന്ദ്രൻ നോക്കിക്കോളും. അടിച്ചുകൂടെ അസീസിന് ഒരു പെനാൽറ്റി. ഗോൾ ഉറപ്പാ. അങ്ങനെ വരി. രജനീണ്ണന്റെ പൊളപ്പ അടികൾ കണ്ട പെണ്ണെ അങ്ങനെ പൊളന്നോളന്ന് തള്ളി. തള്ളേ എന്റെ കൈ കാലൊക്കെ എനിക്ക് വിരിവിരാന്ന് പറഞ്ഞു. തള്ളേ ചെക്ക് ആള് പറഞ്ഞു. മോളെ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ. ഇവക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവക്ക് 1.5 വയസ്സേ ഉള്ളേ. മഹേന്ദ്ര മുതലാളിയെ കാണാൻ ആരോ പുറത്ത്. അത്യാവശ്യത്രേ. രജനിയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അടിക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയാ അങ്ങനെ. ഇതിന് 10 കാശ് കിട്ടുന്ന കാര്യമായിരിക്കും. ഇറങ്ങിപ്പോയി നോക്ക് മനുഷ്യൻ. ശരിയാ, പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ മാന്യന്മാരായ ആണും പെണ്ണും കൊട്ടൻ അത് കേക്ക് തന്നെ വേണം. ശരി, പിന്നെ ഞാൻ ഇവിടുന്ന് പോണവരെ രജനയെന്ന് അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കലിപ്പാവും. പോവാണ. ഈ തല്ല് നീ ചോദിച്ചു വാങ്ങിയല്ലടാ മഹാവേന്ദ്ര. ആണോ? അതേടാ നന്ദി കെട്ടവനെ. പറ്റിപ്പോയ സിസിക്ക. അറിയാലോ പുരുഷന്റെ സ്വഭാവങ്ങള്. ഈ ഭൂമി കച്ചവടത്തിന് ഒന്ന് കൂടെ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്നില്ലേ പിണങ്ങും. പിണങ്ങിക്കഴിഞ്ഞാൽ എന്റെ നട്ടും ബോൾട്ട് ഓരോന്നായിട്ട് പുരുഷ അഴിച്ചഴിച്ചെടുക്കും. പേടിച്ച് പെട്ടുപോയതാ. ക്ഷമിക്കണം ഭായി. തിരുവനന്തപുരത്ത് നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന കാലം തൊട്ട് എനിക്ക് അറിയാവുന്നതാണല്ലോ മഹേന്ദ്രൻ എന്ന മഹാവേന്ദ്ര. നിന്നെ നീ എനിക്കൊരു ഭാരം എണത് പരുന്നിനെ കൊടുത്തിട്ട് അതിന്റെ പങ്ക് വാങ്ങി തിന്ന് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചോ? ഒറ്റ ചവിട്ടിനെ ചെറുകൊള്ള ഇത് ചവിട്ടരുത്. എനിക്ക് കർണേര ഓപ്പറേഷൻ കഴിഞ്ഞാണ്. നിന്റെ എന്റെ അണ്ണ, നിങ്ങളൊരു സംഭവം തന്നെ കേട്ടാ. സംഭവിക്കും. എന്റെ ചാവടിയന്തരം. പിന്നെ എടി ആർത്തി പണ്ടാരം. ഒരു കൊടുഞ്ചകത്താനെ ചതിച്ചതിന് വേറൊരു പെരുഞ്ചകത്താൻ തന്ന കാശ. എന്റെ ശ്രീപത്മനാഭനാണ് ഉറപ്പ്. പുരുഷന്റെ ഒരടി. ആ ഒരൊറ്റ അടിക്ക് ഞാൻ 3 മുറി 7 അടുക്കളയാവും. പിന്നെ അവൻ ആര്? അതിയാന്റെ കയ്യിൽ നിന്ന് നമ്മൾ 3 രൂപ പലിശയ്ക്ക് കാശ് വാങ്ങി 5-നും 10-നും പുറത്തു കൊടുക്കുന്നു. അതിനെ അങ്ങേര് തന്നില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ അസീസ് ഖാന്റെ കൂടെ കൂടുന്നേ. അപ്പോ എല്ലാത്തിനും ഒരു മാർഗം കാണും. മാർഗം ഒന്നേ ഉള്ളൂ. വായില് നന്നായി തുണി തിരികെ വെക്കണം. പുരുഷന്റെ അടി കിട്ടുമ്പോഴുള്ള നിലവിളി നാട്ടുകാര് കേട്ട് നാണക്കേടുണ്ടാവാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. രൂപ കുറെ കൈ കിട്ടിയല്ലോ. 2 അടി കൊണ്ടാലും വേണ്ടില്ല. നമുക്കേ 2 പെൺകുട്ടികളാ. യഥാർത്ഥത്തിൽ നീയാണ് ഒരു സംഭവം. കെട്ടിയവനെ തട്ടിയിട്ടായാലും കുട്ടികളെ സേഫാക്കുന്ന മഹാസംഭവം. ഇങ്ങനെയുള്ള കൂതറകളെ തന്നെ വേണം ഭാര്യയായിട്ട് കിട്ടാൻ. എന്റെ ശ്രീപത്മനാഭ സ്വാമി. കരുതിക്കൂട്ടി ചെയ്തല്ല പുരുഷോട്ട. അടി സഹിക്കാൻ പറ്റാണ്ടായപ്പോ അങ്ങനെ ഒരു കടുകൈ ചെയ്യേണ്ടി വന്ന്. എന്റെ ശ്രീപത്മനാഭനാണ് സത്യം. ഇനി മേലിൽ ജീവൻ പോയാലും പുരുഷോടനെ വിട്ടുള്ള കളിയില്ല. പൊറുക്കണം. എന്റെ 2 പെൺമക്കളെ ഓർത്ത് പൊറുക്കണം. മക്കളെന്തള്ളയിലും ഓർത്തൊന്നും പൊറുക്കൂല പുരുഷോത്തമൻ. പക്ഷെ ഒരു നായെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് ഒഴിവില്ലാഞ്ഞിട്ടാ. എനിക്ക് പല്ലുവനെയാണ്. എന്നെ ഏമാത്തിയതിന് അസീസ് തന്ന പണം ഇതെന്റെ ഇരിക്കട്ടല്ലേ. ഇതിപ്പോ എന്റെ പണം വെച്ചോ.
കോഴിക്കോട് ഇനിയും ഭൂമി കച്ചവടങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. ഓർത്തോ, അസീസിനോടും പറഞ്ഞ. എനിക്ക് തലവേദനയുണ്ട്. ഇല്ലണ്ണ, ജീവിതത്തിൽ ഇനി എനിക്കൊരു അസീസും ഇല്ല. എനിക്ക് പുരുഷനെ മാത്രം. ഞാൻ വീട്ടിലെത്തിക്കോളാം. സത്യമായിട്ടും തന്നെ ഞാൻ വരും. 97, 98, 99. ആര് പറഞ്ഞിട്ടടാ വൃത്തിയേട്ടവനെ നീ നിർത്തിയത്? ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയെന്ന് പുരുഷണ്ണനോട് കരഞ്ഞു, മാപ്പും തന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ അല്ലറ ചില്ലറ ബ്ലൈഡ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 തോക്കും വാങ്ങി ഒരു വീടും വാടകയ്ക്കെടുത്ത് സാമിയായി ജീവിക്കണം. അതെന്റെ ഈ അളിഞ്ഞ മോന്തയും വെച്ച് ഫിറ്റ് ആവണമെന്നില്ല. എടാ, ഉണ്ണുന്ന ചോറിന് നന്ദിയില്ലാത്തവനെ നീ ബാറിൽ പോയാലും ഫിറ്റ് ആവൂല. നിനക്കറിയോ, പണ്ട് ഞാൻ പാളയത്ത് തട്ടുകട നടത്തിയിരുന്ന കാലത്ത് ഒരു 4000 ഉറുപ്പ്യ പുരുഷനോട് ഞാൻ പലിശയ്ക്ക് വാങ്ങി. മുതലും പലിശയും മുടങ്ങി സംഖ്യ മേൽക്കൂടിയപ്പോ ഒരു ദിവസം പടക്കം പൊട്ടിച്ചൊരു വരവ് വന്നു. തട്ടുകട ചവിട്ടിക്കൂട്ടി അവിടെ ഇട്ട്, എന്നെ ചുരുട്ടിക്കൂട്ടി ഇവിടെ ഇട്ട്. അന്നു മുതൽ ഞാൻ പുരുഷന്റെ ജപ്തി മുതലാ. ആദ്യമൊക്കെ ഒരു വെറുപ്പും വിരോധമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി. എടാ, വീടും കുടുംബവും ഇല്ലാത്ത എന്നെ തീറ്റിപ്പോറ്റുന്നില്ലേ, അതിനുള്ള നന്ദി എനിക്കുണ്ട്. നിനക്കില്ലാത്തോ അതാണ് നന്ദി. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? നന്ദി അല്ല, 99. ആ പണി നടക്കട്ടെ. 102, 103, 104, 105, 106. ഇപ്പൊ എന്തിനാ കുഞ്ഞച്ചാ? എന്തിനാണെന്നാ? ചോറ് ഇവിടെയും കൂറ് അസീസിന്റെ കൂടെയാണ്. നന്ദി കെട്ട ഇവനൊന്നും വീട്ടിൽ കയറ്റരുത് പുരുഷു. ഓ, അതിന് 10 കാശ് കൈ കിട്ടുമെന്ന് കണ്ട എല്ലാരും അങ്ങനെ തന്നെ. കുഞ്ഞച്ചനായാലും ശരി, ഈ പറയുന്ന ഞാനായാലും ശരി. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ വേണ്ട, ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട, ആരെയും സ്നേഹിക്കാനും നിൽക്കണ്ട. കഴിഞ്ഞല്ലോ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ നേരം ശരിയല്ല. ഒക്കെ ഒന്ന് ശരിയാക്കണം. ആ ജോൽസിന് ഉണ്ണികൃഷ്ണൻ പഠിക്കുന്നോട് നിങ്ങോട്ട് വരാൻ പറയും. എന്തേ? ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പഠിക്കാരൻ വന്നോട്ടെ. ആ, അമ്മേ ദേവി രക്ഷിക്കണേ. ഓം പഞ്ചവിശാചിനിയെ സ്വാഗ അശുഭ. ജ്ഞാനാംബികേ ദേവി ശ്രീ നരസിംഹം. പണിക്കരെ എന്തെങ്കിലും ഒന്ന് പറയും, എനിക്ക് ശ്വാസം മുട്ടിട്ട് വയ്യ. മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവ്വതും മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പണിക്കര്. അല്ല, പണിക്കരൊന്നും പറയാത്തത് കൊണ്ട് പുരുഷന് മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാ. ആരാ പണിക്കരെ എന്നിട്ട് മുട്ടിച്ചോണ്ടിരിക്കുന്നത്? ഒരാളല്ല, അതിൽ പ്രബലരുണ്ട്, ദുർബലരുണ്ട്, അധമരുണ്ട്, ഉന്നതരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, അന്യദേശക്കാരുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഈ പണി മുട്ടിക്കാൻ വേണ്ടി നാടൊട്ടുക്ക് പണിയെടുത്തോണ്ടിരിക്കുക ഇല്ല പണിക്കാരാ? ചിലരൊക്കെ നമ്മുടെ ഈ കൺവട്ടത്ത് തന്നെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്, ഉളുപ്പില്ലാതെ. കാവടി എടുത്തിട്ടിപ്പോ 3-4 കൊല്ലത്തിലധികം കാണുമല്ലേ കുഞ്ചാ? എന്താ സംഗതി? ഈ കാവടി കാവടി ഓ, മനസ്സിലായി, മറ്റേ ഡാൻസ്. അത് ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അടിപിടി, ഞെട്ടിക്കലി, കല്യാണം, ചോറൂണ്, ഇതൊക്കെ മുടക്കലി, തട്ടിക്കൊണ്ടുപോക്ക്, ജപ്തി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ ഡാൻസ് ഉണ്ടായിട്ടില്ല. അത് ഡാൻസ് അല്ല കുഞ്ഞച്ചാ, ഒരുതരം ആരാധനയാണ്. ഈശ്വരപ്രീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ആ, മനസ്സിലായി. അത് ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാവടി മാത്രം പോരാ, ശൂലം തറയ്ക്കണം. ശൂലം, എനിക്ക് ഇരുമ്പിന്റെ അലർജി ഉണ്ട്. ഇരുമ്പ് തൊട്ട പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല, 2-3 കത്തിക്കുത്ത് കഴിഞ്ഞല്ലേ. അതുടനെ ഡോക്ടറെ കാണും, മരുന്ന് വെക്കും. ഇത് അങ്ങനെയല്ലല്ലോ, പഴനിമല വരെ പോണ്ടേ. അലർജി ആവും ഉറപ്പാ. അശുഭാകൃഷ്ണിയെ സ്വാഹ. അമ്മേ, ആ അങ്ങനത്തെ ശരീരത്തിൽ തറയ്ക്കേണ്ടതില്ലെന്ന് ശാസ്ത്രം. പക്ഷേ രക്തബന്ധത്തിൽ നിങ്ങളുടെ ഉന്നതി കാക്ഷിക്കുന്ന ഒരാൾ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ പണിക്കരെ? തന്ത ആരെന്നറിയാത്ത, തള്ള എവിടെയാണെന്നറിയാത്ത എനിക്ക് എവിടുന്ന രക്തബന്ധം? അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വരരുത്, അഭിവൃദ്ധി ഉണ്ടാകണം എന്നാഗ്രഹിച്ച് കൂടെ കഴിയുന്ന ആരായാലും മതി എന്നുമുണ്ട് ശാസ്ത്രം. അയാളുടെ ജാതി, മതം? ദൈവത്തിനെവിടെ ജാതിയും മതവും? അപ്പൊ കുഞ്ഞച്ചൻ തന്നെ പറഞ്ഞു കേട്ട ശാസ്ത്രപ്രകാരം അത് തന്നെ ശാസ്ത്രം. അല്ല, അതിപ്പോ കുഞ്ഞച്ചൻ പഴനിക്ക് പുറപ്പെട്ട എന്റെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ട് പഴനിപ്പോക്ക് മാറ്റിവെച്ച്
ഈ പൂജാതി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ? നടക്കില്ല. പഴനിക്ക് പോയി കാവടി എടുത്താലേ രക്ഷയുള്ളൂ. അരുത്, കറൻസി ഞാൻ കൈകൊണ്ട് തൊടില്ല. ഈ തളികയിലേക്കാവാം. ഒരുമിച്ച് തിന്ന അല്പശിക്ഷയും കൂടെ കൊടുക്കുക, ജീവനെങ്കിലും കിടക്കും. എനിക്ക് മനസ്സില്ല. എല്ലാ കാലക്കേടും ഇതോടെ തീരും. വരിക. പരമ കഷ്ടം. നിന്നെ കാലം കൊണ്ടുപോവാ നോക്കട തടി. ആ പണിക്കര ഇയാളുടെ കാലക്കേട്. കാശ് പിടുങ്ങാൻ ഒരു പണിക്കരും, അയാള് പറയുന്ന പൊട്ടത്തരം കെട്ടി ചാടാൻ ഇയാളൊരു ഭൂലോക പൊട്ടനും.